അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അള്ളാഹു അനുഗ്രഹിച്ചവർ, അത് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയവരാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു റിയാദുസ് സാലിഹീൻ്റെ മുഖവുരയിൽ പാടിയൊരു ബൈത്തുണ്ട്. ഇന്ന ലില്ലാഹി ഇബാദും ഫൂതനാ ത്വല്ലക ദുനിയാ വഖാഫൂ ഫീതനാ നളറൂ ഫീഹാ വലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ. അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. ആ അടിമകൾ ദുന്യാവിനെ ഒഴിവാക്കി ദുനിയാവിൻ്റെ നാശത്തെ അവർ ഭയപ്പെട്ടു. അവർ ദുനിയാവിനെ അല്ലെങ്കിൽ ജീവിത സാഗരത്തെ താണ്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കടലിനെ താണ്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തെക്കുവയെ ഒരു കപ്പലാക്കി മാറ്റി എന്നാണ് ഈ ബൈത്തിൽ ഇമാം നവവി തങ്ങൾ അർത്ഥമാക്കുന്നത്. ഹജ്ജ് കാലത്ത് മദീനയിൽ വെച്ച് ഒരു ഹാജിയുടെ പണസഞ്ചി നഷ്ടപ്പെട്ടു. കുറേ പൈസയൊക്കെ ഉണ്ടായിരുന്നു, വലിയ യാത്രക്കാരനാണ് ഈ ഹാജി. അങ്ങനെ അയാൾ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ ഈ പണത്തെ പറ്റി തിരഞ്ഞു നോക്കുമ്പോൾ ആർക്കും കിട്ടിയില്ല. അയാൾ അതിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സാധുവായ ഫക്കീറിനെ കണ്ടു. പലരോടും അന്വേഷിച്ച പോലെ ഫക്കീറിനോടും ചോദിച്ചു, എൻ്റെ ഒരു പണസഞ്ചി കാണാണ്ടായിപ്പോയിരിക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഫക്കീർ ചോദിച്ചു, നിങ്ങളുടെ പണസഞ്ചിയിൽ എത്ര പൊന്നല്ല, എത്ര പണമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എത്ര പൊന്ന് എന്നുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ അയാൾക്ക് തോന്നി തൻ്റെ പണസഞ്ചി ഈ ഫക്കീറിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം 1000 പൊന്നാണ് ആ സഞ്ചിയിലുണ്ടായിരുന്നത്. അപ്പം ഇയാൾക്ക് ഉറപ്പാന്ന്. ഇയാൾ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ആ ഫക്കീർ പൊന്നിൻ്റെ കണക്ക് ചോദിച്ചുകൊണ്ടേ എത്ര പൊന്നാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഈ ഫക്കീറിന് എന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഫക്കീറിനോട് പറഞ്ഞു, അതിൽ 1000 പൊന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദയവായിട്ട് എനിക്ക് തിരിച്ചു തരണം എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഫക്കീർ പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. ഫക്കീർ അയാളെയും കൂട്ടിയിട്ട് ഫക്കീറിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തെന്നറിയോ? ഫക്കീർ അയാൾക്കൊരു 1000 പൊന്നങ്ങ് എടുത്തു കൊടുത്തു. ഹാജിക്ക് ഭയങ്കര സന്തുഷ്ടനായി. തൻ്റെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയല്ലോ. എന്തായാലും ഈ ഫക്കീർ വല്ലാത്തൊരു സംഭവം തന്നെ. ഇയാളെ 1000 പൊന്നൊക്കെ അടിച്ചു മാറ്റാൻ ഇയാളാരപ്പാ, വല്ലാത്ത സംഭവം തന്നെ എന്നൊക്കെ ഈ ആചാര്യ ഫക്കീറിനെ പറ്റിയിട്ട് ചിന്തിച്ചു. സന്തോഷത്തോടെ അയാൾ തൻ്റെ ഭാണ്ഡക്കെട്ടെടുത്തിട്ട് ഈ പൊന്നെ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടായിരുന്ന തുണിയും മറ്റു സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ടു. നോക്കുമ്പോൾ കാണുന്നത് എന്താ? അയാളെ സഞ്ചി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതിൽ 1000 പൊന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് ഭയങ്കര അതിശയം, ഈ ഫക്കീർ പിന്നെ എന്തിനാ എനിക്ക് 1000 പൊന്ന് തന്നെ? അയാൾ ഇങ്ങനെ ചിന്തിച്ചു. വലിയ സങ്കടത്തോടെ, അതിലേറെ അത്ഭുതത്തോടെ അയാൾ ആ ഫക്കീറിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മഹാനായവർക്ക്, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്ന് നിങ്ങൾ കട്ടുകൊണ്ടായതാണെന്ന്. എൻ്റെ പൊന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാണ്ഡത്തിലുണ്ട്, നിങ്ങൾ തന്ന പണം എൻ്റേതല്ല, ആ പൊന്ന് തിരിച്ചെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞു. ഫക്കീർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായാണ് 1000 പൊന്ന് തന്നത്, അത് നിങ്ങളെടുത്തോ, ഞാനത് നിങ്ങൾക്ക് ദാനം ചെയ്തതാണ്, ഇനി ഒരിക്കലും എനിക്കത് തിരിച്ചു വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഹാജി ഒരുപാട് നിർബന്ധിച്ചു. ഫക്കീർ പറഞ്ഞു, പറ്റൂല, എനിക്ക് വേണ്ട. ഇതിൽ ആശ്ചര്യപ്പെട്ട് ഹാജി തിരിച്ചു പോരുമ്പോൾ ഈ സംഭവം പലരോടും പറഞ്ഞു. ഇങ്ങനെ എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു പോയി, അത് എല്ലാവരുടെ അടുത്തും തിരഞ്ഞു. ഒരു ഫക്കീർ പറഞ്ഞു അയാളുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു.
ഞാൻ അയാളടുത്ത് വീട്ടിലേക്ക് പോയപ്പോൾ അയാൾ എനിക്ക് 1000 പൊന്ന് തന്നു. ഞാനത് കൊണ്ടുവന്നേ എൻ്റെ പെട്ടിയിലിടാൻ ശ്രമിച്ചപ്പോൾ നോക്കുമ്പോൾ എൻ്റെ പൊന്ന് എൻ്റെ പെട്ടിയിൽ തന്നെ ഉണ്ട്. അയാൾക്കത് തിരിച്ചു കൊടുത്തിട്ട് അത് വാങ്ങുന്നില്ല എന്നുള്ള വിവരം എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഇവരോട് ചോദിക്കുന്ന ഇതും പറഞ്ഞു കൊടുത്തിട്ട് ആരായിരിക്കും ആ ഫക്കീർ എന്നാണ് ഇയാളെ ചോദ്യം ആചാരുടെ. അത് ജൗഫർ സാദിഖ് എന്ന മഹാനായ ഷെയ്ഖാണ് എന്ന് അപ്പോഴാണ് ഈ ആജി അറിയുന്നത്. അയാൾ പിന്നെയും മഹാൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം, ആളറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ പൊന്ന് മേടിച്ചത്, അതുകൊണ്ട് ഇത് എൻ്റെ അടുത്ത് തിരിച്ചെടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, മാപ്പ് ചോദിക്കാൻ നിങ്ങളെന്ത് കുറ്റാ ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിലവഴിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തേക്ക്, എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിരാശനായ ഹാജി അത് സാധുക്കൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് മഹാത്മാക്കളായ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുടെ ജീവിത രീതി എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്താണ് ഈ സൂഫിസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കഥകളൊക്കെ അറിയേണ്ടവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിവിടെ അവതരിപ്പിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ കഥകൾ കേൾക്കുന്നത്, ചരിത്രങ്ങൾ കേൾക്കുന്നത് ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.